കുട്ടനാട്ടിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി. രാമങ്കരി സ്വദേശി വിദ്യയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംശയമാണ് കൊലപാതകത്തിന്റെ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. കുത്തേറ്റ് വഴിയിൽ വീണ വിദ്യയെ പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. മനീഷ് മഹിപാൽ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, മറ്റൊരു ഷോക്കിംഗ് ന്യൂസ് ആണല്ലോ, പറയൂ. SKN, ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ രാത്രി 10:30 ആലപ്പുഴ കുട്ടനാട് രാമങ്കിരി വേഴപ്ര അകത്തേപ്പറമ്പിൽ മതിമോൾ എന്ന് വിളിക്കുന്ന വിദ്യ, 42 വയസ്സ്, വിദ്യയാണ് ഭർത്താവ് വിനോദ്, 50 വയസ്സ്, വീടിന്റെ മുറ്റത്ത് വെച്ചാണ് കത്തി കൊണ്ട് നെഞ്ചിലും വയറ്റിലും ആഴത്തിൽ കുത്തി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയത്. ഈ കൊലയ്ക്ക് കാരണമെന്ന രീതിയിൽ പോലീസ് പറയുന്നത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് വിദ്യ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ബന്ധുവിനെ കാണാൻ വേണ്ടി ഓട്ടോറിക്ഷയിൽ കോട്ടയത്തേക്ക് പോയത്. ശേഷം രാത്രി 10:30 തന്നെ മടങ്ങിയെത്തി. പക്ഷേ ഈ പോയ സമയത്ത് ഭർത്താവ് പലതവണ ഫോണിൽ വിദ്യയെ ബന്ധപ്പെട്ടപ്പോഴും വിദ്യ ഫോൺ എടുത്തില്ല. പിന്നീട് ഫോൺ എടുത്ത സമയത്ത് താൻ ഉടനെ എത്തുമെന്ന് പറഞ്ഞ ശേഷം ഫോൺ കട്ടാക്കി. പക്ഷേ ഫോൺ കട്ടായിരുന്നില്ല. ഈ സമയത്ത് മറ്റൊരാളോട് വിദ്യ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഭർത്താവ് കേട്ടിരുന്നു. ഇതുകൊണ്ടാണ് തന്നെ ചതിക്കുകയാണ് ഭാര്യ ചെയ്തത്, അതുകൊണ്ടാണ് താൻ കൊലപ്പെടുത്തിയത്, ചതിക്ക് ചതി എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പേരിൽ ഭാര്യ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ, അതായത് ഉച്ചയ്ക്ക് ശേഷം ഒരു സ്ഥലത്തേക്ക് പോയി തിരിച്ച് മടങ്ങി വീട്ടിലേക്ക് എത്തുമ്പോഴാണ്, വീട്ടിലേക്ക് കയറുന്ന തൊട്ടു മുമ്പാണ് വീട്ടുമുറ്റത്ത് വെച്ച് ഇയാൾ കത്തി കൊണ്ട് വയറ്റിലും നെഞ്ചിലും ആഴത്തിൽ കുത്തുന്നത്. ഈ കുത്തുകൊണ്ട ശേഷം പ്രാണരക്ഷാർത്ഥം വിദ്യ മുറ്റത്ത് നിന്നും വഴിയിലേക്ക് ഓടി അവിടെ വീണ് കിടന്നു. രക്തം വാർന്ന് വഴിയിൽ വീണ് കിടക്കുകയായിരുന്നു. ഇയാളുടെ കയ്യിൽ മാരകായുധമുള്ളത് കൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഈ പ്രദേശത്തേക്ക് അടുക്കാൻ സാധിച്ചില്ല. പിന്നീട് നാട്ടുകാരാണ് രാമങ്കരി പോലീസിൽ വിവരം അറിയിക്കുന്നത്. രാമങ്കരി പോലീസ് സ്ഥലത്തെത്തി ഉടനെ തന്നെ വിദ്യയെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദ്യയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വിദ്യ മരിച്ചിരുന്നു ആ സമയത്ത് തന്നെ. ഈ വിദ്യയ്ക്കും വിനോദിനും 2 മക്കളാണുള്ളത്. 10ലും 5ലും പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. ഈ സംഭവത്തെപ്പറ്റി ഈ നാട്ടുകാർ പറയുന്നത് ഇവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവർ രാമങ്കരി ജംഗ്ഷനിൽ ഒരു ഹോട്ടൽ നടത്തി വരികയായിരുന്നു. മറ്റ് കുടുംബ വഴക്കുകളോ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കുടുംബമായിരുന്നു. ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നമാണ്. എന്താണ് കൃത്യമായ കാരണമെന്ന് നാട്ടുകാർക്ക് കൂടി അറിയില്ല. എന്താണെങ്കിലും പോലീസ് ഇത് സംബന്ധിച്ച് പറയുന്നത് ഭർത്താവിന് ഭാര്യയോടുള്ള സംശയമാണ് ഈ രീതിയിൽ ക്രൂരമായി ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താനുള്ള കാരണമെന്ന്. നിലവിൽ ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോർച്ചറിയിലാണ് മൃതദേഹമുള്ളത്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി ഒരു വ്യക്തത വരികയുള്ളൂ. ഓക്കെ, മനീഷ് മുഹിമാലാണ് വിവരങ്ങൾ നൽകിയത്. വിദ്യയാണ് കൊല്ലപ്പെട്ടത് ആലപ്പുഴയിൽ.